കർത്താവിൻ്റെ വചനം അത് ജീവൻ നൽകുന്നതാണ്. ജീവന്റെ വചനം, ആ വചനം കേൾക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കുന്നു. ആ വചനത്തിന്റെ ശക്തിയാൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട രോഗങ്ങൾ സൗഖ്യപ്പെടുന്നു. എവിടെയൊക്കെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം ജീവൻ പുറപ്പെടുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ജീവനുള്ള വചനം ശ്രവിക്കുവാൻ വേണ്ടി ഏറ്റവും എളിമയോടെ നമുക്ക് ഈ വചന കൂടാരത്തിൽ ആയിരിക്കാം. തുടർന്നുള്ള ആമുഖ വചന സന്ദേശം നൽകുവാൻ കർത്താവ് ഇന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഷാലോം ഔട്ട്റീച്ച് മിനിസ്ട്രിയിലെ ശ്രീ മാത്യു പീഡിയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ജീവനുള്ള വചനം നമുക്ക് ശ്രവിക്കാം. പ്രിയമുള്ളവരെ, ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനത്തിൽ യേശു ഇങ്ങനെ പറയുകയാണ്, എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. 11:32 യേശു വീണ്ടും ആവർത്തിച്ചു, എന്നാൽ ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. വലതെഴുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ നന്നായി വീശെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ചുറ്റും വലിയൊരു ജനാവലി തടിച്ചുകൂടി നിൽക്കുക. യേശുവും അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ജനത്തെ പഠിപ്പിച്ച ഒരു സത്യം ഇതാണ്: യേശു യോനയേക്കാൾ വലിയവനാണ്. യേശു സോളമനേക്കാൾ വലിയവനാണ്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ സകല പ്രവാചകന്മാരെക്കാൾ, വിശുദ്ധ ലോകം അത്ഭുതത്തോടെ നോക്കുന്ന, വചനഗ്രന്ഥങ്ങളിൽ അത്ഭുതത്തോടെ പാടി പുകഴ്ത്തുന്ന എല്ലാ രാജാക്കന്മാരെക്കാൾ യേശു വലിയവനാണെന്നുള്ള ഒരാത്മീയ സത്യം യേശു വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ സന്നിധിയെ സമയം ചിലവഴിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സന്ദർശിക്കുന്ന ഒരു രാത്രിയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം ഇടപെടുന്ന രാത്രിയാണ്. അനേക നാളുകളിലുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഈ രാത്രിയിൽ ദൈവം നമുക്ക് നൽകുന്ന ധൂതിതാണ്: യേശു നിങ്ങളുടെ ജീവിതത്തിൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കേണ്ട യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവമായ കർത്താവാണ്. വലതെഴുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് യേശുവിനെ എത്രമാത്രം വലിയവനായി കാണാൻ പറ്റുമോ? നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായി യേശുവിനെ കാണാൻ പറ്റുമോ? നിന്റെ തകർച്ചകളെക്കാൾ, നിന്റെ പരാജയങ്ങളെക്കാൾ യേശുവിനെ വലിയവനായി കണ്ടാൽ പ്രിയമുള്ളവരെ, നിശ്ചയമായി യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മൾ പലപ്പോഴും യേശുവിലേക്കല്ല നോക്കുന്നത്. അതുകൊണ്ടാണ് യേശു മുമ്പിൽ നിന്ന് ജനത്തോട് പറഞ്ഞത്: നിങ്ങൾ ഇന്ന് വലിയവനെന്ന് വിളിക്കുന്ന പ്രവാചകന്മാരെക്കാൾ, രാജാക്കന്മാരെക്കാൾ ഞാൻ വലിയവനാണ്. യേശു തന്നെ യേശുവിനെ വെളിപ്പെടുത്തുകയാണ്: ഞാൻ ആരിലും വലിയവനാണ്. വലതെഴുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ വലിയവനായ യേശുവിനെ നമ്മൾ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതനായ ഒരു ദൈവത്തെ കാണുക. നമ്മുടെ പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, നമ്മുടെ പരാജയങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. നിരന്തരം നമ്മുടെ പരാജയങ്ങളിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ കൂടെയുള്ള ഒരു കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടണം. കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. ആമോസ് 9:11, അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തും. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തും. അതിൻ്റെ കേടുപാടുകൾ പോക്കി പഴയകാലത്തെന്നതുപോലെ ഞാൻ വീണ്ടും പണിതുയർത്തും. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ട ജീവിതങ്ങളെ പണിതുയർത്തുന്നവനാണ് യേശു. പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുന്നവനാണ് യേശു. നിന്റെ സങ്കടങ്ങളെ എടുത്തു നീക്കുന്നവനാണ് യേശു. നിന്റെ തകർച്ചകളെ മാറ്റി ഒരു പുതിയ ജീവിതം നിനക്ക് തരുവാൻ കെൽപ്പുള്ളവനാണ് യേശു. അതുകൊണ്ടാണ് യേശു പറയുന്നത്: നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയവനായി, ഏറ്റവും വിലയുള്ളവനായി ഓരോ വ്യക്തിയും യേശുവിനെ കാണുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ രക്ഷാകർത്തം ഏറ്റെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ യേശു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. ആമോസ് പ്രവചനം അതിൻ്റെ 9:14 നമ്മൾ വീണ്ടും കാണുകയാണ്: ഇസ്രയേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. നഷ്ടപ്പെട്ട ഐശ്വര്യം,
വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ യേശു പറയുകയാണ്, നിന്റെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുന്നവനാണ്. പ്രവാചകന്മാരിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കഷ്ടനഷ്ടങ്ങളെ ഓർത്ത് നിലവിളിക്കരുത്, മറിച്ച് അവിടെ പണിതുയർത്തുന്ന ഒരു ദൈവത്തെ കാണുക, പരാജയങ്ങളിൽ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കാണുക. നമ്മുടെ സങ്കടങ്ങൾ തുടച്ചു നീക്കുന്ന, നമ്മുടെ പരാജയങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ വിലാപങ്ങളെ ആനന്ദ നൃത്തമാക്കി മാറ്റുന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ആരിലും വലിയവനാണ്. ഹല്ലേലൂയ. വലതുകരടുത്തെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആത്മീയ സത്യം, നിന്റെ രോഗങ്ങളെക്കാൾ യേശു വലിയവനാണ്. നിന്റെ തകർച്ചകളെക്കാൾ യേശു വലിയവനാണ്. ഒരുപക്ഷെ ചില വ്യക്തികളോടൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാകാം, വൈദ്യശാസ്ത്രത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാകാം, നിശ്ചയിക്കപ്പെട്ട ചില ദിനങ്ങൾ എണ്ണി കഴിയുന്നവരുണ്ട്. അസാധ്യമെന്ന് നിങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് വിലയിരുത്തിയവരുണ്ട്. എന്നാൽ ദൈവത്തിന് അസാധ്യമാം വിധം, നിന്റെ ദൈവത്തിന് അസാധ്യമാം വിധം ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ, ലോകമെമ്പാട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും യാതൊന്നുമേ സംഭവിച്ചിട്ടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ മതിയായവനാണ്. എല്ലാ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു സർവശക്തനാണ്. വലതുകരടുത്തെന്ന് പറയാമോ ഹല്ലേലൂയ? കരങ്ങൾ വീശിയെന്ന് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും വർഷങ്ങൾക്ക് പിറകിൽ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരിക. ഏതാനും വർഷങ്ങൾക്ക് അപ്പുറത്ത് ഷാലോമിലിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഒരു സഹോദരിയാണ് ഫോൺ വിളിച്ചിരിക്കുന്നത്. അവളുടെ മൂത്ത മകൾ ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ്. അവരുടെ മൂത്ത കുട്ടി LKGയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിന് ഒരു മാരകമായ രോഗ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ആ കുഞ്ഞിന് പെട്ടെന്ന് പനി വന്ന് തളർന്നു വിടുന്നു. ശരീരം കരിനീല കളറായി മാറുകയാണ്. ആ ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാർ നീണ്ട ടെസ്റ്റുകൾക്ക് ശേഷം വിധി എഴുതി, ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട രീതിയിൽ ഹാർട്ടിൽ നിന്നുള്ള രക്തത്തിൻ്റെ പമ്പിങ് നടക്കുന്നില്ല. ഇതിൻ്റെ ഒരു മേജർ ഓപ്പറേഷനാണ് വൈദ്യശാസ്ത്രം പറഞ്ഞത്. അതിൻ്റെ കൂടെ ഡോക്ടർമാർ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായി ജന്മന ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞിരുന്നതിൻ്റെ രക്തക്കുഴലുകൾ ബ്ലോക്ക് ആകുന്നത് കൊണ്ട് ഒരു മേജർ ശസ്ത്രക്രിയയിലൂടെ ഇത് വീണ്ടും ക്രമപ്പെടുത്തിയാലും ഇത് പൂർവ്വസ്ഥിതി പ്രാപിക്കണമെന്നൊരു ഉറപ്പില്ല. കാരണം ജന്മന കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ സ്ഥിതി ഇതാണ്. ഇത് പറഞ്ഞ് അവർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, അതുകൊണ്ട് ഓപ്പറേഷൻ വളരെ റിസ്ക് ആണ്. പ്രിയമുള്ളവരെ, ഒരു ബുധനാഴ്ച ദിവസം ഇവിടെ ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോഴാണ് ഈ സഹോദരി വിളിച്ചത്. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയി ഈ കുഞ്ഞിനെ സമർപ്പിച്ച് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബുധനാഴ്ച കഴിഞ്ഞു. വെള്ളിയാഴ്ച ഈ കുഞ്ഞിൻ്റെ വല്യപ്പൻ ഷാലോമിലേക്ക് വിളിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നലെ 11 മണിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു. പ്രിയമുള്ളവരെ, അവൾ പഠിക്കുന്ന ഡൽഹിയിൽ പെൺകുട്ടിയാണ്. അവൾ പഠിക്കുന്ന സ്കൂളിൽ അവൾക്ക് ഓടുവാൻ പറ്റില്ല, കളിക്കുവാൻ പറ്റില്ല. കാരണം അവളുടെ ഹാർട്ട് ആ രീതിയിലാണ്, മാരകമായ ഒരു അവസ്ഥയിലാണ് കുഞ്ഞ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഡോക്ടേഴ്സ് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു സ്കൂൾ ബാഗോ ടിഫിൻ ബോക്സോ ഒന്നും കൊടുക്കരുത്. മറ്റു വിദ്യാർത്ഥികൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുമ്പോൾ ആ കുഞ്ഞ് സ്കൂൾ മുറ്റത്തുള്ള ഒരു മരത്തിന് ചുറ്റും കെട്ടിയിരിക്കുന്ന റൗണ്ടറായിട്ട് കെട്ടിയിരിക്കുന്ന ഈ റൗണ്ടിൽ ഇരിക്കുക. മറ്റു കുട്ടികളെല്ലാം ഓടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച 11 മണി സമയമായപ്പോൾ പ്രിയമുള്ളവരെ, ഒരു വ്യക്തി ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വന്നു. കുഞ്ഞ് ആ വ്യക്തിയെ വിവരിച്ചത് ഇങ്ങനെയാണ്, താടിയുള്ള വെള്ള ഉടുപ്പിട്ട ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ വന്നു. ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ, നീ എന്താണ് എല്ലാവരും കളിക്കുമ്പോൾ ഇവിടെ കളിക്കാതിരിക്കുന്നത്? നിനക്ക് കളിക്കണമെന്ന് ആഗ്രഹമില്ലേ? നീ എന്തുകൊണ്ടാണ് കളിക്കാതെ ഇങ്ങനെ വ്യസനപ്പെട്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ, എനിക്ക് കളിക്കാൻ പറ്റില്ല, എൻ്റെ ഇവിടെ വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് ആ ചങ്കിൻ്റെ ഭാഗത്ത് കൈ വെച്ചുകൊണ്ട് ആ അങ്കിളിനോട് സംസാരിക്കുകയാണ്. ആഗതനായ അങ്കിൾ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് ചോദിച്ചു, കുഞ്ഞെ, നിന്റെ ആ വേദന നീ എനിക്ക് തരാമോ? അവൾ പറഞ്ഞു, അങ്കിൾ ഈ വേദന എടുത്തു. പ്രിയമുള്ളവരെ, അന്ന് വൈകുന്നേരം മമ്മി കാണുന്നത്
സ്കൂൾ വിട്ടു വരുമ്പോൾ വാഹനത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ബാഗ് എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന ആയെ തട്ടിമാറ്റി ഈ കുഞ്ഞ് ബാഗ് എടുത്ത് ഓടി വരികയാണ്. മമ്മി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാരി എടുത്തുകൊണ്ട് ചോദിച്ചു, മോളെ നിന്റെ നെഞ്ചിന് വേദനയില്ലേ? അവൾ പറഞ്ഞു, എൻ്റെ വേദന പോയി. അപ്പോഴാണ് ഈ കുഞ്ഞ് പറയുന്നത്, ഇന്ന് ഞങ്ങളുടെ ഇൻ്റർവെൽ സമയത്ത് വന്ന അങ്കിൾ എൻ്റെ വേദന കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, അവിടെ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത ഡോക്ടർമാർ പറഞ്ഞു, ഇതൊരു മിറക്കിളാണ്. ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് പൂർവ്വസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു, അത് യഥാസ്ഥാനപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ എല്ലാ അവസ്ഥകളും മാറിയിരിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാമോ? പ്രിയമുള്ളവരെ, ഈ രാത്രി നാം സമയം ചിലവഴിക്കുന്നത് ആ യേശുവിൻ്റെ മുമ്പിലാണ്, ആ യേശുവിൻ്റെ സന്നിധിയിലാണ്. ആ യേശുവിന് പരിഹരിക്കാൻ പറ്റാത്ത വിധം, ആ യേശുവിന് ഇടപെട്ട് നിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റാത്ത വിധം ഇവിടെ ഇരിക്കുന്ന, ഈ ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിലും യാതൊന്നുമേ സംഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ആ വലിയവനായ കർത്താവിന്, ആ വലിയവനായ യേശുവിന് ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ വലിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ നീ അനേക പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം. ഇനി എനിക്ക് വിദേശത്തേക്ക് പോകുവാൻ സാധ്യതയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടാകാം. വലിയ കടബാധ്യതയാൽ നീ തകർന്നു പോയൊരു വ്യക്തിയായിരിക്കാം. ഒത്തിരി ബിസിനസ്സുകൾ ചെയ്തു, മാറി മാറി പലതും ചെയ്തു, ഒന്നിനു പിറകെ എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടാൻ പറ്റും. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് നിന്റെ ജീവിതത്തെ വീണ്ടും അനുഗ്രഹിച്ച് ഉയർത്തുവാൻ പറ്റും. നിയമാവർത്തനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം പറയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ മറ്റ് വേറെ ഏത് ശ്രേഷ്ഠ ജനതയായുള്ളത്. ദൈവം നിന്നെ വിളിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനതയാ. നീ വിലയില്ലാത്തവനല്ല, നീ വിലയില്ലാത്തവളല്ല. ദൈവം തിരഞ്ഞെടുത്തൊരു പൈതലാണെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെങ്കിൽ, നിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവം അതിയായി തൽപരനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് തകർച്ചയിലേക്കും യേശു കടന്നു വരും. അത് രോഗമായിക്കൊള്ളട്ടെ, അത് തിന്മയായിക്കൊള്ളട്ടെ, അത് പാപത്തിൻ്റെ അവസ്ഥയായിക്കൊള്ളട്ടെ, അത് പരാജയങ്ങളുടെ നീണ്ട നിരയായിക്കൊള്ളട്ടെ, നാം ഇവിടെ മനസ്സ് തളർന്നല്ല നിൽക്കേണ്ടത്. ഈ രാത്രിയിൽ ദൈവം നമ്മെ സന്ദർശിക്കുവാൻ വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ നാം അവതരിപ്പിക്കണം, നമ്മുടെ സങ്കടങ്ങൾ നാം അവതരിപ്പിക്കണം. ദൈവത്തിന് അത്ഭുതകരമായിട്ട് ഇടപെടാൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുക, നീണ്ട നാളുകളായിട്ടുള്ള പ്രാർത്ഥനകൾ, എവിടെയും നമുക്കൊരു ഉത്തരമില്ല. അങ്ങനെ ചിന്തിച്ച് മനസ്സ് തളരുന്നവരുണ്ടാകാം. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെയോ, നിശ്ചയമായും ഈ രാത്രിയിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പറ്റും. ഗഗായിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം പറയാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വലതുകരത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ നന്നായി വീശെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഇന്നു മുതൽ, അതെ, ഇന്ന് ഈ രാത്രി ഈ അത്ഭുതങ്ങളുടെ രാത്രി നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി പരിവർത്തിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് കടന്നു വരാൻ പറ്റും. പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലേക്ക് 38 വർഷം ബസ് ചെയ്ത കുളക്കടവിൽ തളർന്നു കടന്നവനാ. അവന് കൂട്ടിരിക്കാൻ ഒരു സുഹൃത്തില്ല. അവൻ്റെ കുടുംബാംഗങ്ങൾ അവനെ മറന്നുപോയി. ജീവിത പങ്കാളിയാൽ വിസ്മരിക്കപ്പെട്ടവർ. അവൻ ആരുമില്ല, അവൻ ഈ ലോകത്തിൽ ആരുമില്ല. എന്നാൽ യേശു അവനെ കാണുകയാണ്. ഞാൻ പറയട്ടെയോ, ഈ രാത്രിയിൽ തളർന്നിരിക്കുന്ന, നിരാശ പിടിച്ചിരിക്കുന്ന, ഈ കാലഘട്ടങ്ങളുണ്ടായ പ്രതിസന്ധികളുടെ മുമ്പിൽ ഭാരപ്പെട്ട മനസ്സോടെ, ഭയപ്പാടോടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും യേശു കാണുന്നുണ്ട്. ഓരോ വ്യക്തിയും യേശു നിശ്ചയമായി കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ യേശുവിന് ആഗ്രഹിക്കുകയാണ്. വലതെടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പണിതുയർത്തുന്ന ഒരു ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഇനിയും അനുഗ്രഹിച്ചുയർത്താൻ പറ്റും. ഇനിയും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് വലിയൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ പറ്റും. വീണ്ടും കർത്താവിനോട് ചേർന്ന് നമ്മൾ നിൽക്കണം. ദൈവത്തെ ഗൗരവമായി എടുക്കണം. യേശുവിനെ വലിയവനായി എടുക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ യേശുവിനെയാണോ വലിയവനായി എടുക്കുന്നത്? അതെയോ യേശുവിനേക്കാൾ വലിയവനായിട്ടാണോ ജീവിതത്തിലെ പ്രതിസന്ധികളെ നമ്മൾ കാണുന്നത്? ജീവിതത്തിലെ പരാജയങ്ങളെ നമ്മൾ
കാണുന്നത്, ജീവിതത്തിൻ്റെ തകർച്ചകളെ കാണുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയെ കാണുന്നത്, ഇതെല്ലാം യേശുവിന് നിനക്ക് തരാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, ചിലർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്, സമാധാനം നഷ്ടപ്പെട്ട കുടുംബമുണ്ട്, അഭിമാനവും സൽപ്പേരും കളങ്കപ്പെട്ട വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണമേ, ഈ നഷ്ടങ്ങളൊന്നും ശൂന്യതയിൽ പോയി ആലിഞ്ഞില്ലാതായിട്ടില്ല. ഈ നഷ്ടങ്ങൾ എങ്ങോ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ഇതെല്ലാം യേശുവിന് നിന്റെ ജീവിതത്തിൽ വീണ്ടും മടക്കി തരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. അതെല്ലാം ദൈവത്തിന് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി തരുവാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആ ജീവിതത്തിൻ്റെ പരാജയങ്ങളിലേക്ക് നോക്കി കരഞ്ഞ് കരഞ്ഞ് തളരേണ്ടവരല്ല. മറിച്ച് യേശുവിലേക്ക് നോക്കുക, കർത്താവായ യേശുവിലേക്ക് നോക്കുക. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. മനുഷ്യർ നിലവിളിക്കുമ്പോൾ, ഒരു വ്യക്തി നിലവിളിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ കണ്ണുനീര് കാണുമ്പോൾ യേശുവിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. യേശു അവിടെ കടന്നു വരിക. നയാമിലെ വിധവയുടെ ഏക മകനാ മരിച്ചു കിടക്കുന്നത്. അവൾ വാവിട്ട് നിലവിളിക്കുക. അവൾ നിലവിളിച്ചു കൊണ്ട് പോകുമ്പോൾ ഇസ്രായേലിലെ ഗുരുക്കന്മാർ അവിടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ നീ കരയണ്ട. സമൂഹം അവളോട് പറയുക, ബന്ധുജനം അവളോട് പറയുക, സ്വന്തക്കാർ അവളോട് പറയുകയാണ്, ഉറ്റവരും ഉടയവരും അവരെ കണ്ടവരെല്ലാം പറഞ്ഞ ഏക കാര്യം, സ്ത്രീയെ നീ കരയണ്ട. പക്ഷേ അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മനുഷ്യർക്ക് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി പരിഹരിക്കാൻ പറ്റില്ല. അത് നിസാര വിഷയമായിക്കൊള്ളട്ടെ, ഗൗരവമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യന്റെ പ്രശ്നത്തെ ഒരു വ്യക്തിക്ക് മറ്റൊരു മനുഷ്യന് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല പ്രിയരെ. എന്നാൽ യേശു അവിടെ അടുത്തേക്ക് വരിക. യേശു പറഞ്ഞു, സ്ത്രീയെ നീ കരയണ്ട. ആ ഒരൊറ്റ വാക്ക്, ആ നിമിഷം, ആ സെക്കൻഡിൽ അവിടെ അത് സംഭവിക്കുകയാണ്. ആ ശവമംഗം വഹിച്ചവർ നിന്നു. യേശു ആ യുവാവിനെ ജീവനോടെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പരാജയങ്ങളെ ഓർത്ത് കരയുന്നവർക്ക്, തകർച്ചകളെ ഓർത്ത് കരയുന്നവർക്ക്, നഷ്ടധൈര്യരായവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ദൂതിതാണ്, നീ കരയണ്ട. ഒരു ദൈവം നിന്നോട് പറയുകയാണ്, നീ കരയണ്ട. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന യേശു നിന്റെ കൂടെയുണ്ട്. വലതെടുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെയാണ്. നാം അവനെയാണ് പിന്തുടരുന്നത്. അവന് വേണ്ടിയാണ് നമ്മൾ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. അതിനാൽ കർത്താവിൻ്റെ കൂടെ ചരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അവൻ അത്ഭുതകരമായിട്ട് ഇടപെടും. ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് യേശുവിന് കടന്നു വരാൻ പറ്റുമെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഈ രാത്രിയിൽ ആ ജീവിക്കുന്ന ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റും. നമ്മുടെ പരാജയങ്ങളിലേക്ക് അവന് കടന്നു വരാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ അവൻ അത്ഭുതകരമായിട്ട് അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ വീണ്ടും ഉയർത്തുവാൻ, വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തെ അതിൻ്റെ കേടുപാടുകൾ പോക്കി അവൻ പുതുത് പണിയല്ല ചെയ്യുന്നത്, തകർന്നവരെ തൂത്തുമാറ്റുകയല്ല ചെയ്യുന്നത്. അവൻ യേശയ്യാവിലോട് പറഞ്ഞില്ലേ, ചതഞ്ഞ ഞാങ്ങണ ഞാൻ ഒടുക്കിയില്ല, പുകയുന്ന തിരിയെ ഞാൻ കെടുത്തുകയുമില്ല. പ്രിയപ്പെട്ടവരെ, പരാജയപ്പെട്ടവനെ നീക്കിക്കളയുന്നവനല്ല യേശു, മറിച്ച് പരാജയപ്പെട്ടവൻ്റെ കൂടെ വന്നിരുന്ന് അവനെ പണിതുയർത്തുന്നവൻ, അവൻ്റെ പരാജയങ്ങളെ ഒരു വിജയമാക്കി മാറ്റുന്ന യേശു ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിന് ഒരു സമൃദ്ധിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നമുക്ക് പരാജയമുണ്ടോ, കഷ്ടനഷ്ടങ്ങളുണ്ടോ, രോഗപീഠകളുണ്ടോ, അവിടേക്കൊക്കെ കടന്നു വന്നുകൊണ്ട് കർത്താവ് നിശ്ചയമായും നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. അതിനാണ് ശാലോമിലൂടെ ഈ നൈറ്റ് വിജയ ശുശ്രൂഷ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ആ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തെ കടന്നു വന്നുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വലിയ അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കി മാറ്റുകയാണ്. ആ ബോധ്യത്തോടെ വലതെടുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?
ഒന്ന് കണ്ണുകളടച്ച് രണ്ട് കരമൊന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ദൈവത്തിൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ നിൽക്കുന്നത് സോളമനേക്കാൾ വലിയവനായ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ. അവൻ തുടർന്ന് പറഞ്ഞു, എന്നാൽ ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ. യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്, എന്നേക്കാൾ വലിയവനായി മറ്റാരുമില്ല. ഞാനാണ് നിന്റെ ദൈവം. എന്നേക്കാൾ വലിയവനായി ഒരു രക്ഷകനോ ഒരു രക്ഷയോ നിനക്കിനി പ്രാപിക്കുവാനില്ല. നിന്റെ രക്ഷയും രക്ഷകനും ഞാനാണ്. അവൻ്റെ സവിധത്തിലാണ് ഈ രാത്രിയിൽ നിങ്ങൾ നിൽക്കുന്നതെന്ന് തിരിച്ചറിയുക. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? നമ്മുടെ പരാജയങ്ങൾ ഈ രാത്രിയിൽ ഒന്ന് യേശുവിന് കൊടുക്കാമോ? നീ നഷ്ടധൈര്യനായി പോകരുത്. നീ പരാജയപ്പെട്ട് പിൻവാങ്ങരുത്. ഒരു ദൈവം നിന്റെ കൂടെയില്ലേ? യേശു നിന്റെ കൂടെയില്ലേ? ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യേശയ്യ 41:13 അരുളി ചെയ്ത ദൈവം നിന്റെ ഭയത്തെ കാണുന്നുണ്ട്, നിന്റെ സങ്കടങ്ങളെ കാണുന്നുണ്ട്, നിന്റെ പരാജയങ്ങളെ കാണുന്നുണ്ട്, കുടുംബ തകർച്ചയവൻ അറിയുന്നുണ്ട്, സമാധാനമില്ലാത്ത നിന്റെ ജീവിതത്തെ യേശു കാണുന്നുണ്ട്. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നാൽ അതുകൊണ്ട് നിന്റെ ജീവിതം അവസാനിച്ചു എന്നല്ല അർത്ഥം. വീണ്ടും നിനക്ക് പരാജയങ്ങളെ വിജയമാക്കുന്ന ഒരു ദൈവത്തെ കാണണം. സഫാനി 3:17 പറയുന്നില്ലേ, സിയോനെ നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യയുണ്ട്. ദൈവം നമ്മുടെ മധ്യയുണ്ട്. ആ ദൈവത്തെ കണ്ടുകൊണ്ട് രണ്ട് കരമൊന്ന് നന്നായിട്ട് ഉയർത്തുക. കരത്തിന്റെ മുട്ടുകളൊക്കെ ഒന്ന് നിവരട്ടെ. കരമൊന്ന് നന്നായിട്ട് ഉയർത്തി ആരിലും വലിയവനായ യേശുവിനെ ഒന്ന് ആരാധിക്കാമോ? യേശുവിന്റെ സന്നിധിയിലേക്ക് ഈ രാത്രിയിൽ ദൈവ വൈതലേ നിന്റെ രോഗങ്ങളെ ഉയർത്താമോ? നിന്റെ പരാജയങ്ങളെ വിട്ടുകൊടുക്കാമോ? യേശുവിന് ഇറങ്ങി വരുവാൻ പറ്റും. ഈ രാത്രിയിൽ യേശുവിന് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ പറ്റും. നിന്റെ കുടുംബത്തിലേക്ക് അവൻ ഇറങ്ങി വരാൻ പറ്റും. നീ അവനെ വിശ്വസിക്കുക. യോഹന്നാൻ 11:40 അവൻ അരുളി ചെയ്തില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. ഈ രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. അവന്റെ ഗ്ലോറി നിന്റെ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കും. യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. യേശുവേ, ഹൃദയം നുറുങ്ങി യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ശാലോം ടെലിവിഷനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും വ്യാപരിക്കട്ടെ. കെട്ടുകൾ അടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപകൂടാരങ്ങൾ തകർക്കപ്പെടട്ടെ. സാത്താന്റെ സിനഗോഗുകളുടെ മേൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം അഭിഷേകമായി ഇറങ്ങട്ടെ. പാപശക്തികൾ നിർവീര്യമാകട്ടെ. തകർച്ചയുടെ ശക്തികൾ നിർവീര്യമാകട്ടെ. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ സുഖം പ്രാപിക്കട്ടെ. കിടപ്പ് രോഗികൾ എഴുന്നേൽക്കട്ടെ. മാറാരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അനേകരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ഉത്തരമരുളട്ടെ. രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി വിളിക്കുന്നു, യേശുവേ, ഈശോയേ, ഈശോയേ, യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അവനാരിലും ചേർന്ന് പാടാമോ? നിങ്ങളിപ്പോൾ യേശുവിനെ നോക്കുക. അവൻ എവിടെയുണ്ട്? രണ്ട് കരം നന്നായി ഉയർത്തി എല്ലാവരും ചേർന്ന് പാടുന്നു. യേശുവേ,
നിന്റെ പ്രപഞ്ചം കേൾക്കട്ടെ, നിന്റെ തകർച്ചകൾ രോഗപീഠകൾ കേൾക്കട്ടെ. എന്റെ യേശു അവൻ ആരിലും മതിയായവനാ. യേശു യേശുവിന്റെ നാമത്തിൽ